ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാർ ഫാമിലി അവര് എല്ലാ ആഴ്ചയും എയറിൽ പോവാറുണ്ട്. എല്ലാ ആഴ്ചയും ഓരോരോ കാരണങ്ങൾ അവർ തന്നെ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ഈ ആഴ്ചത്തെ കാരണം വന്നിട്ടുണ്ട്. അവർക്കൊരു ഓൺലൈൻ ബൊട്ടീക്ക് ഉണ്ട്. ഈ നല്ല ഡ്രസ്സുകൾ, സാരികളൊക്കെ വിൽക്കുന്ന ഒരു ഷോറൂം. അതിന്റെ പേര് സിയ ബൈ അഹാദിഷിക എന്നാണ്. അപ്പൊ ആ ഒരു ഷോറൂം തുടങ്ങാൻ അവരുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് നല്ല ഫാഷൻ സെൻസ് ആണെന്നാണ് അവർ പറയുന്നത്. കാരണം അവരിടുന്ന വസ്ത്രങ്ങളൊക്കെ അവരുടെ ഫാൻസ്, അവരുടെ ഓഡിയൻസ് ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ അവരെ പരിചയമുള്ളവരൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അവരുടെ സ്നേഹമുള്ള ഫാൻസിനും ഓഡിയൻസിനും വേണ്ടിയിട്ട് അവരൊരു സാരി വാങ്ങുമ്പോൾ അതേപോലത്തെ കുറച്ച് സാരി കൂടെ അവർ വാങ്ങി വെക്കും, ആ ഓഡിയൻസിനോടുള്ള സ്നേഹം കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവരത് ഓഡിയൻസിന് അല്ലെങ്കിൽ അവരുടെ വ്യൂവേഴ്സിന് വിൽക്കാനായിട്ട് അവരുടെ ഈ ഷോറൂമിൽ കൊണ്ടുപോയി ഇടും. അപ്പൊ ഇതാണ് അവരുടെ ഡ്രസ്സ് വിൽക്കാനുള്ള ആ ഒരു ബൊട്ടീക്കിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് തുടങ്ങിയ ടൈമിൽ തന്നെ ഇവരൊന്ന് എയറിൽ പോയിരുന്നു. ഈ ഒരു സ്ഥാപനം തുടങ്ങിയ സമയത്ത് അതിൽ വലിയ വില കൂടിയ വസ്ത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ സാരിയൊക്കെ 10,000, 15,000, 20,000 ഒക്കെ വിലയുള്ള സാരികളാണ് അതിലവർ വിൽക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഹൈ പ്രൈസിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഓഡിയൻസ് മാത്രമായിരിക്കില്ല അവർക്കുള്ളത്. അവർക്ക് പലതരത്തിലുള്ള വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ ബജറ്റിൽ 500 രൂപയ്ക്ക് സാരി വാങ്ങുന്ന ആൾക്കോ 1000 രൂപയ്ക്ക് സാരി വാങ്ങുന്ന ആൾക്കോ ഒന്നും വേണ്ടിയിട്ട് അതിലൊരു പ്രൊഡക്റ്റും ഇല്ല. എന്ന് വെച്ചാൽ ഈ കുറഞ്ഞ ബജറ്റിൽ ജീവിക്കുന്ന ആളുകളുടെ ആ ഒരു ഓഡിയൻസിന്റെ സ്നേഹം അവർക്ക് വേണ്ട എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അന്ന് വളരെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അപ്പൊ ഇതിനെ കണക്ട് ചെയ്ത് പറയാനുള്ള കാര്യം, പൊതുവെ സെലിബ്രിറ്റികൾ തുടങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഇതേപോലെ ഭയങ്കര പ്രൈസ് കൂടിയ, വളരെ വില കൂടിയ വസ്ത്രങ്ങളാണ് അവർ വിൽക്കാൻ വെക്കാറുള്ളത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാവ്യ മാധവന് ലക്ഷ്യ പറഞ്ഞൊരു ഷോറൂം ഉണ്ട്. അത് ലക്ഷ്യ ഓൺലൈനിൽ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് കാവ്യമാധവന്റെ ഓൺലൈൻ ഷോറൂം ലോഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വാർത്തകളൊക്കെ വന്നിരുന്ന സമയത്ത്, അന്ന് ഈ ഓൺലൈൻ ഷോപ്പുകളൊക്കെ വളരെ കുറവായിരുന്നൊരു കാലത്താണ് തുടങ്ങുന്നത്. അന്ന് അത് ആ ഒരു ഓൺലൈൻ സൈറ്റ് ഉദ്ഘാടനം ചെയ്ത അന്ന് ആ ഒരു സൈറ്റ് ആളുകൾ തള്ളി കയറിയിട്ട് അതിന്റെ സെർവറൊക്കെ ഡൗൺ ആയിട്ട് ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആയി മാറിയിരുന്നു. ചുരിദാറുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അതിൽ ഞാൻ നോക്കിയിരുന്നു. അപ്പൊ ചുരിദാറുകൾക്കൊക്കെ ഭയങ്കര വിലയായിരുന്നു. 15,000, 20,000 രൂപയുടെ ഒക്കെ ചുരിദാറുകളാണ് നമ്മൾ കാണുമ്പോൾ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചുരിദാർ പോലെ തോന്നുന്ന ചുരിദാറുകൾ ഈ 15,000, 20,000 രൂപയ്ക്കൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. അതിന് വില ഉണ്ടായിരിക്കാം, കാരണം അത് അത്ര നല്ല ക്വാളിറ്റിയുള്ള തുണിയായിരിക്കാം, അല്ലെങ്കിൽ അത്ര വലിയ ഡിസൈനേഴ്സ് ചെയ്ത വസ്ത്രങ്ങളായിരിക്കാം. എന്തായാലും അങ്ങനെയാണ് അവർ ആ ഒരു ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പൂർണ്ണമൈന്ദ്രിയത്തിനെ പറയുകയാണെങ്കിൽ അവർക്ക് പ്രാണ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, ബൊട്ടീക്ക് ഉണ്ട്. അതിലും ഇതേപോലെ ഭയങ്കര പ്രൈസ് കൂടിയ വസ്ത്രങ്ങളാണ് അവരതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പൊട്ട് സാരിയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. എന്ന് വെച്ചാൽ സാധാരണ ഒരു സെറ്റ് സാരിയിൽ റെഡ് കളറിൽ പൊട്ടിന്റെ രൂപത്തിൽ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള, വെറുതെ വട്ടം വട്ടം കൊടുത്തിട്ട് പൊട്ട് സാരി എന്നുള്ള പേരിലൊക്കെ അവരുടെ ബ്രാൻഡായിട്ട് ഇറക്കിയിരുന്നു. അതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അതിന് 10,000 രൂപ, 20,000 രൂപയൊക്കെ ആയിരുന്നു വില. പിന്നെ അതേ മോഡലിലൊക്കെ അതിന്റെ ഫേക്കുകൾ നമുക്ക് വേറെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ടായിരുന്നു. അതിന് 200 രൂപ, 400 രൂപ ഒക്കെ ഉള്ളൂ. അത് ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്നാലും സെലിബ്രിറ്റികൾ വിൽക്കുന്ന വസ്ത്രം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു വില അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കൃഷ്ണകുമാർ ഫാമിലിയുടെ ഈ ഷോറൂം അഹാദിഷിക തുടങ്ങിയ സമയത്ത് അവരുടെ സൈറ്റിലുണ്ടായിരുന്ന ഒരു സാരി, അതേ സാരി തന്നെ ഈ ആര്യയുടെ, ബഡായി ബംഗ്ലാവിലെ ആര്യ ഉണ്ടല്ലോ, ബഡായി ആര്യയുടെ കാഞ്ചീപുരം എന്നുള്ള ഷോറൂമിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക്, വില നല്ല വ്യത്യാസത്തിൽ അതേ പ്രൊഡക്റ്റ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് അവര് എയറിൽ പോവാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞുപോയി. അവരുടെ ഈ ബൊട്ടീക്ക് നന്നായിട്ടൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ വിവാദങ്ങൾ വരുമ്പോഴാണല്ലോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇപ്പോ വിഷയം വന്നത് എന്താന്ന് വെച്ചാൽ, അഹാന ഒരു സാരി, നല്ല ഒരു ഓർഗൻസ സാരി ധരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഓൺലൈൻ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ചാനലിൽ ഇട്ടിരുന്നു. ആ സാരിക്ക് 7,500 രൂപയോളം അവരതിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഭംഗിയുള്ള ഓർഗൻസയിൽ നിറച്ച് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാരിയാണത്. 7,500 രൂപ, 7,499 രൂപ എന്തോ ആണ് അതിന് വില കൊടുത്തിരിക്കുന്നത്. ഇവർ നല്ല ഭംഗിയുള്ള ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് ആ സാരി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ആ സാരി വരുന്നു, ആളുകൾ ശ്രദ്ധിക്കുന്നു. ഈ സാരി എവിടെയൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും കിട്ടുന്നതാണോ, വളരെ യൂണിക് പീസാണോ എന്നൊക്കെ ആളുകൾ നോക്കുമല്ലോ. അങ്ങനെ നമ്മളത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പല ബൊട്ടീക്കുകളും, ഓൺലൈനിലുള്ള പല ബൊട്ടീക്കുകളും ആ ഒരു സെയിം സാരി വിൽക്കുന്നുണ്ട്. ഇത് ആദ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു ബൊട്ടീക്ക് എന്ന് പറയുന്നത് സാരി
സ്റ്റോറീസ് ബൈ മിഥില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിലാണ് ആ ഒരു സാരി നമ്മൾ ശ്രദ്ധിക്കുന്നത്. അഹാനയുടെ ചാനലില് 7500 രൂപയ്ക്ക് കിടക്കുന്ന ആ സാരി ഇവരുടെ ചാനലിൽ വരുമ്പോൾ 5000-ൽ താഴെ മാത്രമേ അതിൽ പ്രൈസ് ഉള്ളൂ. ഈ സാരി സ്റ്റോറീസ് ബൈ മിഥില എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ അതിന് 5000-ൽ താഴെ മാത്രമേ 4900 അങ്ങനെ എന്തോ ഒരു പ്രൈസ് റേഞ്ചിലാണ് അവർക്ക് ആ സാരി അവർ സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആളുകൾ അതിൻ്റെ അടിയിൽ പോയിട്ട് നെഗറ്റീവ് കമന്റ് ഇടും, ഇത് അവിടെ ഇത്രയും വിലയുണ്ട്, അല്ലെങ്കിൽ അഹാനയുടെ അവിടെ പോയിട്ട് കമന്റ് ഇടും, നിങ്ങൾ അവിടെ 4500-ന് കിട്ടുന്ന സാരിയാണോ നിങ്ങൾ ഇവിടെ 7500-ന് വിൽക്കുന്നതെന്ന് കമന്റ് ഇടും. അപ്പൊ അങ്ങനെയാണ് ഇത് ഇപ്പോൾ വിവാദത്തിൽ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. 7500 രൂപയുടെ സാരി വിൽക്കുന്ന അഹാന ഭയങ്കര തെറ്റുകാരിയായിട്ട് നമ്മൾ കാണുന്നു. കാരണം ആ സാരി സ്റ്റോറീസ് ബൈ മിഥില എന്ന് പറയുന്ന പേജിൽ അവർ വെറും 4500 രൂപ അല്ലെങ്കിൽ 5000 രൂപയിൽ താഴെ, വില കറക്റ്റ് 4700 രൂപയോ എന്തോ ആണ്, ആ പ്രൈസിന് വിൽക്കുമ്പോൾ അഹാന ഭയങ്കര തെറ്റുകാരിയും ഈ പറയുന്ന സാരീസ് സ്റ്റോറീസിലെ മിഥില ഭയങ്കര നല്ല ക്യാരക്ടറുമായിട്ട് മാറുകയാണ്. കാരണം അവർ യഥാർത്ഥ പ്രൈസ് അതിൽ പറയുന്നു, അഹാന ഭയങ്കര അതിലും ഇരട്ടി വിലയിൽ വിൽക്കുന്നു, അഹാന ഭയങ്കര തെറ്റുകാരിയാവാണ്. നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കും. ഇതിൽ തന്നെ വേറെ നോക്കുകയാണെങ്കിൽ മരിയ ബൊട്ടീക്ക് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇതേ സാരി ഒരു സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ വില എന്ന് പറയുന്നത് വെറും 3500 രൂപയാണ്. അപ്പൊ ഈ പറയുന്ന സാരി സ്റ്റോറീസ് ബൈ മിഥിലയും ഇതേപോലെ തെറ്റുകാരിയാവല്ലേ? വെറും 3500 രൂപയ്ക്ക് മരിയ ബൊട്ടി വിൽക്കുന്ന സാരിയാണ് സാരി സ്റ്റോറീസിൽ മിഥില 4500 അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് വിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാല് പറ്റിക്കുകയാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇത് കുറഞ്ഞ റേഞ്ചിൽ കിട്ടുന്ന ഒരു സാരി ആയിരിക്കാം, ഇത് ഇവരൊക്കെ എല്ലാവരും അവർക്ക് തോന്നിയ പ്രൈസിലാണ് അത് വിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ ഈ അഹാനയെ കുറിച്ച് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്തതിന്റെ അടിയിലൊക്കെ പല ആളുകളും കമന്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ക്വാളിറ്റി തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്, അതിന്റെ തുണി തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, എല്ലാ തുണികളും ഒരുപോലെയാണോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ആ സാരി പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരേ മെറ്റീരിയൽ, ഈ ഓർഗാൻസയിലൊക്കെ പല ക്വാളിറ്റിയിൽ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല, ഈ ഓർഗാൻസയിലുള്ള എംബ്രോയിഡറി ചെയ്ത അടിയിൽ പല്ലൂല് ബനാലോ പോലെയുള്ള എന്തോ ഒരു ബോർഡർ ഉള്ള കസവ് ബോർഡർ ഉള്ള ഒരു സാരി, ആ സാരി തന്നെയാണ് ഈ പറയുന്ന അഹാന വിൽക്കുന്നതും, ഈ പറയുന്ന മിഥില വിൽക്കുന്നതും, ഈ പറയുന്ന മരിയ ബൊട്ടീക്ക് വിൽക്കുന്നതും ഇതേ സാരികൾ തന്നെയാണ് എന്നുള്ളതാണ്. അതിന്റെ പ്രൈസ് ആണ് ഈ പറയുന്ന 7500-ഉം 4500-ഉം 3500-ഉം ഒക്കെ. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മൾ വെഡ്ഡികളാവുകയാണെന്ന് തോന്നും. ഇവര് ഈ കുറഞ്ഞ വിലയുടെ സാരി ഇവർക്ക് തോന്നുന്ന പോലെ പലരും പല വിലയ്ക്ക് നമ്മളെ മേത്തൊക്കെ അടിച്ചേൽപ്പിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. എപ്പോഴും ഓൺലൈനിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതൊന്ന് നോക്കുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏത് സാധനവും ഓൺലൈനിൽ എത്ര ആളുകൾ ഇത് വിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഇടുമ്പോഴും, ഇപ്പോൾ വേറെ പേജുകളിലൊക്കെ ഒരു മാലയുടെ ഫോട്ടോ കാണുമ്പോൾ, ഒരു ചുരിദാറിന്റെ ഫോട്ടോ കാണുമ്പോൾ, ഒരു സാരിയുടെ ഫോട്ടോ കാണുമ്പോൾ, എന്തെങ്കിലും കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് പ്രൈസ് പ്ലീസ് കമന്റ് ഇടുന്നത് നമ്മൾ എപ്പോഴും കാണാറുണ്ട്, അല്ലെങ്കിൽ ലിങ്ക് പ്ലീസ് എന്ന് കമന്റ് ഇടുന്നത് എപ്പോഴും കാണാറുണ്ട്. ഇതിനും എളുപ്പമായിട്ടുള്ളൊരു മാർഗം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുവെച്ചാൽ ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. അപ്പം നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുക്കുക, വളരെ നിസ്സാരമായിട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് പോയിട്ട് ഗൂഗിളിൽ ചെന്നിട്ട് ഗൂഗിൾ ലെൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഗൂഗിൾ ലെൻസ് പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് എവിടെയൊക്കെ കിടക്കുന്നുണ്ടോ ആ ലിങ്കുകൾ മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ഇതിനിപ്പോൾ നിങ്ങൾ കണ്ട സൈറ്റിലുള്ള വില തന്നെയാണോ യഥാർത്ഥത്തിലുള്ളത് എന്ന് നോക്കാവുന്നതാണ്. ചിലപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും, കാരണം ആമസോണിൽ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കില്ല മീഷോയിൽ വിൽക്കുന്നത്. കണ്ടാൽ നമുക്ക് ഒന്നായിട്ട് തോന്നുന്നെങ്കിലും വിലക്കുറവ് മീഷോയിലാണ്, അപ്പോൾ നമ്മൾ മീഷോന്ന് വാങ്ങാം എന്ന് വിചാരിച്ച് വാങ്ങിയാലും അത് ചിലപ്പോൾ സെയിം ഡിസൈൻ ആയിരിക്കാം, പക്ഷെ ക്ലോത്ത് വ്യത്യാസം ഉണ്ടായിരിക്കാം, ആമസോണിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതായിരിക്കാം, അങ്ങനെയൊക്കെയാണ് അത്. അപ്പൊ നമുക്ക് ഇവരെ ഒന്നും അങ്ങനെ ഒരു കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല. ചിലപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാം എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ഒരു സാരിയുടെ കാര്യത്തിൽ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് എല്ലാതും ഒരു ക്വാളിറ്റിയിൽ തന്നെയുള്ള സാരികളാണ്. ഇവർ പലരും പല പ്രൈസിലാണ് അത് വിൽക്കുന്നത്. ഈ മരിയ ബൊട്ടീക്ക് അത് 3500 രൂപയ്ക്കാണ് വിൽക്കുന്നത് വെച്ചാൽ ആ സാരിക്ക് ചിലപ്പോൾ 1000 രൂപയോ 2000 രൂപയോ മാത്രമേ വില ഉണ്ടാവുള്ളൂ. ഈ 2000 രൂപ വിലയുള്ള സാരിയാണ് ഈ പറയുന്ന അഹാന 7500 രൂപയ്ക്ക് കൊള്ള ലാഭത്തിന് വിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ
നമുക്ക് മിഥിലയും വളരെ നല്ല അയ്യോ പാവെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, ഈ മരിയ ബൊട്ടീക്കിനെ അയ്യോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, ഈ പറയുന്ന അഹാനയും അയ്യോ അങ്ങനെ ചിലപ്പോൾ അഹാനയെക്കാട്ടിലും കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് അഹാന അയ്യോ കുറച്ചാണല്ലോ വിൽക്കുന്നതെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇവരെല്ലാവരും ഇതിൽ നല്ല കൊള്ള ലാഭം തന്നെയാണ് എടുക്കുന്നതെന്നാണ് മനസ്സിലാക്കാനുള്ളത്. നമുക്കിപ്പോൾ കെ ഫാമിലിയോട്, കൃഷ്ണകുമാർ ഫാമിലിനോടോ അഹാനയോടോ എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടെന്ന് വെച്ചിട്ട് അവർ ചെയ്യുന്നത് എല്ലാം മോശമാണെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അവരും തട്ടിപ്പാണ്, ഇവരും തട്ടിപ്പാണ്, എല്ലാവരും തട്ടിപ്പാണ് എന്നാണ് ഈ ഒരു മൊത്തത്തിലുള്ള കഥ കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാലും ഇതൊരു തരം കൊള്ളലാഭം എടുക്കൽ തന്നെയാണ്, ജനങ്ങളെ പറ്റിക്കലാണ്. പിന്നെ ഈ അഹാനയുടെ ബൊട്ടീക്കിന്, ഈ അഹാദിഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവര് ഉപയോഗിക്കുന്ന അതേപോലത്തെ സാരി വ്യൂവേഴ്സിന് വേണ്ടി കൊണ്ടുവരുന്നു എന്നാണ് അവരുടെ കൺസെപ്റ്റ്. അവര് ഉപയോഗിച്ച സാരി അവർക്ക് ഉപയോഗിച്ച് മടുത്തത് കൊണ്ട്, അവരെ സംബന്ധിച്ച് ഈ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ച് ഒരു ഫോട്ടോഷൂട്ടോ പൊതുരംഗത്തോ പൊതുമധ്യത്തിലോ വരാനുള്ള ഒരു ഡ്രസ്സ് അവർക്ക് ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അവരൊരു ഉദ്ഘാടനത്തിന് ഉപയോഗിച്ചൊരു ഡ്രസ്സ് പിന്നെ അവർക്കത് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരത് കുറേ തവണ ഉപയോഗിക്കില്ല, ഒരു തവണയോ 2 തവണയോ യൂസ് ചെയ്തിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അവർ സൂക്ഷിച്ചു വെക്കുകയായിരിക്കും. ഇനി ഇത്തരം സാരികൾ ഇപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഒരു പീസ് അതേപോലെയുള്ള സാരികൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും കൂടി വാങ്ങുന്നു എന്നുള്ളതാണ് അവരെ കൺസെപ്റ്റ്. അപ്പോൾ ഇനി അവർ ഉപയോഗിച്ച സാരി തന്നെയാണോ അവർ വിൽക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. മുൻപ് നമ്മുടെ നവ്യ നായർ അവർ ഉപയോഗിച്ച സാരി തന്നെ വിറ്റിരുന്നു. അവരത് പറഞ്ഞിട്ടാണ് വിറ്റത്, ഞാൻ ഒരു തവണയൊക്കെ ഉപയോഗിച്ച എൻ്റെ വില കൂടിയ കാഞ്ചീപുരം സാരികൾ, ബനാറസി സാരികൾ, അങ്ങനെയുള്ള സാരികളൊക്കെ ഞാൻ വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വിറ്റു. അന്ന് അവരെ ഒരുപാട് വിമർശിച്ചു, നിങ്ങൾ ഉപയോഗിച്ച സാരി എന്തിനാണ് വിൽക്കുന്നത്. പക്ഷെ അവർ ആ കിട്ടിയ തുക ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അത് ഒരു വളരെ നല്ല കാര്യമായിരുന്നു. ഇവരൊക്കെ നമ്മൾ അവരെ കാണുന്ന ഒരു ദിവസം അവർ ഇതേ ഓർഗാൻസ സാരി എടുത്താണ് നിൽക്കുന്നതെന്ന് വെക്കുക. നിങ്ങളെ ഷോറൂമിൽ നിങ്ങൾ ഉപയോഗിച്ച സാരിയാണല്ലേ വിൽക്കുന്നത് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വാങ്ങിയ അതേ സാരി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി വാങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർ ഉപയോഗിച്ച സാരിയാണോ വിൽക്കുന്നത്, അല്ല അവര് നമ്മൾക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയ സാരിയാണോ വിൽക്കുന്നത് ഒന്നും നമുക്കറിയില്ല. എന്തായാലും അവർ കൊള്ളലാഭം എടുത്തിട്ടാണ് വിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നേ പറയാനുള്ളൂ. അവരെന്തായാലും പറ്റിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരും നമ്മളെ പറ്റിക്കുന്നുണ്ട്. പൊതുവെ എല്ലാവരും ലാഭം വിചാരിച്ചിട്ടാണല്ലോ എല്ലാ ബിസിനസ്സുകളും ചെയ്യുന്നത്. പക്ഷേ കൊള്ളലാഭം വിചാരിച്ച് ചെയ്യുന്നത് അത്ര നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നില്ല. എന്തായാലും എല്ലാവർക്കും നന്ദി.